കേസ് അന്വേഷണം ഏകദേശം അവസാനിപ്പിച്ച് പോലീസ് ഫയൽ ക്ലോസ് ചെയ്യും. ഈ സമയത്ത് ഒരു ഓൺലൈൻ ന്യൂസ് ചാനൽ വരും കേസ് ഒരു ക്രൈം സ്റ്റോറിയായി പ്രസന്റ് ചെയ്യും. ഈ ന്യൂസ് സീരീസ് ഫോറൻസിക് സെക്യൂരിറ്റി കാണാനിടവരും. തന്നോട് ജോർജ് കുട്ടി പറഞ്ഞത് കള്ളമാണെന്ന് അയാൾക്ക് മനസ്സിലാവും. താൻ പിടിക്കപ്പെട്ടാലും തന്നെ വഞ്ചിച്ച ജോർജ് കുട്ടി രക്ഷപ്പെടരുത് എന്നുറപ്പിച്ച് അയാൾ നടന്നത് മുഴുവൻ മീഡിയക്കാരെ വിളിച്ചു പറയും. അവർ അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ IG അത് കാണും. അങ്ങനെ അയാൾ ആ ദിവസം ജോർജ് കുട്ടി ചെയ്യാൻ സാധ്യതയുള്ളതും പോകാനിടയുള്ളതുമായ ഏരിയ മാർക്ക് ചെയ്ത് അവിടെ അന്വേഷണം നടത്തും. ആ സമയത്താണ് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് മനസ്സിലാക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ച CCTV ക്യാമറ അയാളുടെ ശ്രദ്ധയിൽപ്പെടുക. ആ ക്യാമറയിൽ ഒരു കാർഡ്ബോർഡ് പെട്ടിയുമായി പോകുന്ന ജോർജ് കുട്ടിയെ അവർ കാണും. ആ കാട്ടിൽ എവിടെയെങ്കിലും അസ്ഥികൾ ഉണ്ടാകാം എന്ന രീതിയിൽ പോലീസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഫോറൻസിക് സർജൻ ഒരു പുഴക്കരയിലെ ചെറിയ ഭാഗത്ത് ചെടികളൊന്നും വളരുന്നില്ല എന്ന് കണ്ടെത്തും. ആ ഭാഗത്തെ മണ്ണ് പരിശോധിക്കുമ്പോൾ അവിടെ സൾഫ്യൂരിക് ആസിഡിന്റെ സാന്നിധ്യം മനസ്സിലാക്കും. അവിടെ നിന്ന് ലഭിച്ച മണ്ണിന്റെ സാമ്പിൾ പരിശോധിക്കുമ്പോൾ ട്രേസ് എവിഡൻസ് ആയി ഒരു ബോൺ ടിഷ്യൂ ലഭിക്കും. ആ സെൽ DNA ടെസ്റ്റ് ചെയ്തപ്പോൾ അത് വരുണിന്റെ ആണെന്ന് മനസ്സിലാവും. ഈ സീനുകളൊക്കെ കാണിക്കുമ്പോൾ പാരലൽ ആയി ജോർജ് കുട്ടിയുടെ പ്രസന്റ് ലൈഫ് കാണിക്കും. ഇന്റർവൽ